ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എത്ര വേക്കൻസി ആണ്, ഏജ് ലിമിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, സിലബസും എക്സാം പാറ്റേണും സെലക്ഷൻ പ്രോസസ്സും ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ, ഒത്തിരി പേര് കാത്തിരിക്കുന്നതാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഓരോ ക്രൈറ്റീരിയ നോക്കാം. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2 എലിജിബിലിറ്റി ആണ് വരുന്നത്. ഒന്ന് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തായിരുന്നു 10ാം ക്ലാസിന്റെ കൂടെ തന്നെ ITIയും കൂടി വേണം. ഓക്കെ, 10th യോഗ്യതയും അതുപോലെ തന്നെ 10th യോഗ്യതയുടെ കൂടെ ITIയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസിന്റെ കൂടെ ITI, ഈ 2 പേർക്കാണ് ഈ ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് എപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആസ് പെർ ദ റെയിൽവേ കലണ്ടർ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോ ഒക്ടോബർ നമുക്ക് ഓൾറെഡി കഴിഞ്ഞു എന്നറിയാം, ഇതിപ്പോ നവംബർ ആണ്. അപ്പൊ മിക്കവാറും നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു, ഈ മാസം തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. ഈ മാസമാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്. സാധാരണ രീതിയിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ നമുക്ക് കൊറോണയുടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയായിരുന്നു, 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. നമുക്കറിയാം കൊറോണ ഏജ് റിലാക്സേഷൻ ആയതുകൊണ്ടാണ് 33 വരെ വരുന്നത്, അല്ലെങ്കിൽ സാധാരണ 30 വരെയാണ്. OBC-കാർക്ക് 3 വർഷവും കൂടിയിട്ട് എക്സ്ട്രാ കിട്ടും കേട്ടോ. OBC-കാർക്ക് 3 വർഷവും, അതുപോലെ SC/ST-കാർക്ക് 5 വർഷവും, പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സാധാരണ ഏജ് റിലാക്സേഷൻ ഒക്കെ എന്ത് കിട്ടും, ഗ്രൂപ്പ് ഡിയിലും നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, വേക്കൻസി എത്ര വരും. വേക്കൻസീസ് 10,000 ആണ് ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി. കാരണം ഓൾറെഡി ഇപ്പൊ എല്ലാത്തിനും കൂട്ടിയിട്ട് തന്നെ നല്ലൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ 10,000-ൽ പരം വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായിരുന്നു, ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. കാരണം നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ ഒരു മാസം തന്നെ വരും. പഠിക്കാൻ തുടങ്ങുക എന്നാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതാണ് സെലക്ഷൻ പ്രോസസ് എന്താണ്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT 1 ആണ് വരുന്നത് അല്ലെ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, PET വരുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് നമുക്കറിയാം മെഡിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ആണ് തേർഡ് പ്രോസസ് ആയിട്ട് വരുന്നത്. അപ്പൊ എക്സാം ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, ഒറ്റൊരു എക്സാം CBT 1 മാത്രമാണ് വരുന്നത്. ഇനി CBT 1-ന്റെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സാം പാറ്റേൺ വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ സബ്ജക്റ്റിനെ 4 ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. സബ്ജക്ട്സ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതുകൂടാതെ തന്നെ 4ാമത്തെ പാർട്ട് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന 4 പാർട്ടാണ്. അപ്പൊ ഇത് തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, എത്രയാണ് സമയം ഒക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ ആണ്. ജനറൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ മാർക്ക് എത്രയാണ്, 25 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻസിന് 25 മാർക്കാണ് വരുന്നത്. ഇനി മാത്തമാറ്റിക്സിന്റെ ഭാഗത്തിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും വരുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 25 മാർക്കാണ്. 25 ക്വസ്റ്റ്യന് 25 മാർക്കാണ് വരുന്നത്. ഇനി അടുത്തത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 മാർക്കാണ് വരുന്നത് കേട്ടോ. 30 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 30 ക്വസ്റ്റ്യന് 30 മാർക്കുമാണ് വരുന്നത്. 30 ക്വസ്റ്റ്യന് 30 മാർക്കുമാണ് ഇവിടെ വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വരുന്നത് 30 ക്വസ്റ്റ്യന് 30 മാർക്കുമാണ് വരുന്നത്.
ഇനി അടുത്തത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വരുന്ന എന്തായിരുന്നു? 20 ക്വസ്റ്റ്യനും 20 മാർക്കുമാണ്. 20 ക്വസ്റ്റ്യനും 20 മാർക്കും. അപ്പൊ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിലാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, ഇങ്ങനെയുള്ള ഇതെല്ലാം വരുന്ന എന്തായിരുന്നു? ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇനി എത്ര ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇതിൽ ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് എത്രയാണ്? 100 മാർക്കിന്റെയാണ്. 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 100 ക്വസ്റ്റ്യൻസ് എത്ര മിനിറ്റിനുള്ളതാണ് എഴുതുക? 90 മിനിറ്റിനുള്ളിലാണ് എഴുതേണ്ടത്. ഓക്കെ, 90 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം എത്രയാണ്? 90 മിനിറ്റ് ആണ് 100 ക്വസ്റ്റ്യൻ. അതായത് 1.5 മണിക്കൂറാണ് നമുക്ക് 100 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി കിട്ടുന്ന സമയം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എക്സാം പാറ്റേൺ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സിലബസ് എന്തായിരുന്നു? മാത്സിൽ എന്താണ് ചോദിക്കുന്നത്? മാത്സിൽ ചോദിക്കുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൽജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, elementary statics, square root, age calculation, calendar and clock, pipe and citon. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായിരുന്നു? എവിടെ ചോദിക്കും? മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് സിലബസിൽ ഉണ്ട്. മാത്തമാറ്റിക്സിൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അനലോഗിയസ്, അതുപോലെ തന്നെ ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറൽ നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലഗോയിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, directions, statement, arguments and assumptions etc. ഇത് എന്തിലാ പഠിക്കേണ്ടത്? ഇത് നമ്മൾ പഠിക്കേണ്ടത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലാണ് ഈ കാര്യം നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ജനറൽ സയൻസിൽ എന്താ പഠിക്കേണ്ടത്? ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, 10th സ്റ്റാൻഡേർഡ് ലെവൽ CBSE. അപ്പൊ നമുക്ക് എന്താണ് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് പോലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പഠിക്കേണ്ടത്? CBSE ലെവലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് CBSE ലെവൽ? ഏത് വരെയുള്ളതാണ് പഠിക്കേണ്ടത്? 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസ് ആണ് നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്ന പാർട്ടില് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയായിരുന്നു? 10th ലെവലിലുള്ള CBSEയിലെ 10th ലെവൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസ് ആണ് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അടുത്ത എന്തായിരുന്നു? കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ്? കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതില് സയൻസ് ആൻഡ് ടെക് വരുന്നുണ്ട്. അപ്പൊ സയൻസ് ആൻഡ് ടെക് ഒക്കെ നമ്മൾ കൂടുതലായി പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലോഞ്ചിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, അതായത് ഓരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കണം. എക്കണോമിക്സ്, പൊളിറ്റിക്സ്, എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്. എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജിയോഗ്രഫി, ഹിസ്റ്ററി, ആർട്ട്, ഇതൊക്കെ എന്തായിരുന്നു ഇതിൽ ഉൾപ്പെടാം. എന്ത് നമുക്ക് ഉൾപ്പെടാം. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തും ഉൾപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് എന്തായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ഇനി ഒരു ഗൈഡൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് RRB NTPCയുടെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ഒരു ബാച്ച് വരുന്നുണ്ട്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ Y681 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ NTPCക്ക് അപേക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴും Y681 എന്ന കോഡ് ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് SSC, RRB, PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മെഗാപാക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം.
നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് സെലക്ട് ഒരു കാറ്റഗറി കൊടുക്കുക. അതിൽ സ്റ്റേറ്റ് എക്സാംസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് യുവർ എക്സാം എന്ന് ചോദിക്കും. അതിൽ കേരള സെലക്ട് ചെയ്യണം. എന്നിട്ട് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റോർ എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ മെഗാ പാക്ക് ആണോ, റെയിൽവേയുടെ കോഴ്സ് ആണോ, എന്തെടുക്കാനാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ റെയിൽവേയിൽ ഏതെങ്കിലും കോഴ്സ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ റെയിൽവേ, കേരള റെയിൽവേ. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ 2 ബാച്ചാണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. ഒന്ന് RRB NTPC, പിന്നെ ഒരു റെയിൽവേയുടെ വേറൊരു ബാച്ച് ഉണ്ട്. ഗ്രൂപ്പ് ഡിന്റെ ബാച്ച് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ റെയിൽവേ എല്ലാ എക്സാം എഴുതുന്നുണ്ട്, SSC BSc എല്ലാ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മെഗാ പാക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെഗാ പാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 6 മാസവും 12 മാസവും ഉണ്ട്. അതിൽ 12 മാസം വേണമെങ്കിൽ 12 മാസം, 6 മാസം വേണമെങ്കിൽ 6 മാസം എടുക്കാം. എന്നിട്ട് ബൈ നൗ കൊടുക്കുക. അപ്പൊ 6 മാസത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സും എന്തായിരുന്നു ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കോഡിന്റെ സ്ഥാനത്ത് Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക കേട്ടോ. മുകളിലത്തെ കോഡ് റിമൂവ് ചെയ്തു, Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചു. എന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ 3905 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസം എന്തായിരുന്നു അഡ 24/7 എല്ലാ കോഴ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. കോഴ്സസ് മാത്രമല്ല, ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും ഉൾപ്പെടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 6 മാസത്തേക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.